നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാസർഗോഡ് നഗരത്തിൽ നിന്നും പട്ടാപ്പകൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയി. സംഭവത്തിൽ കാസർഗോഡ് ടൗൺ പോലീസ് അന്വേഷണം ആരംഭിച്ചു. KM അഹമ്മദ് മാഷിന്റെ ഓർമ്മകളിൽ നിറഞ്ഞ് കാസർഗോഡ്. 15ാം ഓർമ്മദിനത്തിൽ കാസർഗോഡ് സാഹിത്യവേദി അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു. വാഹനാപകടത്തിന് പിന്നാലെ വൻ മയക്കുമരുന്ന് വേട്ട. സംഭവം മഞ്ചേശ്വരം തലപ്പാടിയിൽ. കാസർഗോഡ് തേങ്ങയെടുക്കുവാൻ കിണറ്റിലിറങ്ങിയ ആൾ കുടുങ്ങി. രക്ഷകരായി അഗ്നിരക്ഷാസേന. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലത്തിൽ നൂറുമേനി വിജയം നേടി UDFന്റെ സർവാധിപത്യം. മണ്ഡലത്തിലെ മുഴുവൻ ഗ്രാമപഞ്ചായത്തുകളിലും UDF ഭരണം നേടി. KSTU ഉപജില്ലാ സമ്മേളനം കാസർഗോഡ് പുലിക്കുന്ന് ലൈബ്രറി ഹാളിൽ നടന്നു. സംസ്ഥാന സെക്രട്ടറി ഗഫൂർ ദേളി ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ബോർവെൽ ഡ്രില്ലിംഗ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ KBDCA ജില്ലാ കൺവെൻഷൻ നടന്നു. NA നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. കാസർഗോഡ് നഗരത്തിൽ നിന്നും പട്ടാപ്പകൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയി. ആന്ധ്രാപ്രദേശ് രജിസ്ട്രേഷനിലുള്ള സ്കോർപിയോ കാറിൽ 4 അംഗ സംഘം ചേർന്നാണ് യുവാവിനെ തട്ടിക്കൊണ്ടുപോയത്. സംഭവത്തിൽ കാസർഗോഡ് ടൗൺ പോലീസ് അന്വേഷണം ആരംഭിച്ചു. കാസർഗോഡ് നഗരത്തിലെ ഹോട്ടൽ പരിസരത്ത് നിന്നുമാണ് പട്ടാപ്പകൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയത്. ബുധനാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെ കറന്തക്കാട്ടെ ഉടുപ്പി ഹോട്ടലിന് മുന്നിലാണ് നാടിനെ തന്നെ ഞെട്ടിച്ച സംഭവമുണ്ടായത്. ആന്ധ്ര രജിസ്ട്രേഷനിലുള്ള AP40 EU 1277 നമ്പർ സ്കോർപിയോ വാഹനത്തിലാണ് യുവാവിനെ പിടിച്ചുകൊണ്ടുപോയതെന്നാണ് ദൃക്സാക്ഷികൾ പോലീസിനെ അറിയിച്ചത്. ആരെയാണ് തട്ടിക്കൊണ്ടുപോയതെന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ലെന്നാണ് പോലീസ് നൽകുന്ന വിവരം. ഹോട്ടൽ പരിസരത്ത് നടന്ന അസ്വാഭാവികമായ ഈ സംഭവം കണ്ട ഹോട്ടലിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ ഉടൻ തന്നെ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. മാസ്ക് ധരിച്ച് ഹോട്ടൽ പരിസരത്ത് നിന്നിരുന്ന യുവാവിനരികിലേക്ക് പെട്ടെന്ന് ഒരു സംഘം എത്തുകയും ഇയാളെ ബലം പ്രയോഗിച്ച് സ്കോർപിയോ വാഹനത്തിൽ കൊണ്ടുപോകുകയുമായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. നമ്മളിപ്പോൾ പാർക്കിലെ ഡ്യൂട്ടിയാണ്. ആ പാർക്കിൽ നമ്മുടെ കോർണറിൽ ഒരു പയ്യൻ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റിലുള്ള പാർക്കിങ്ങിൽ മുനിസിപ്പാലിറ്റി പാർക്കിങ്ങിൽ ഒരു ആന്ധ്രാപ്രദേശിലെ വണ്ടി ഉണ്ടായിരുന്നു. അവരൊരു 4 പേരും തോന്നുന്നു, എനിക്ക് 4 പേര് വന്നിട്ട് ഇവനെ ബലമായി പിടിച്ചു. അല്ല, ഇവനൊരു പ്രതികരണം ഉണ്ടായില്ല. അവരെ കൂടെ അവൻ ഇറങ്ങിയിട്ട് പോയി. അവർ വണ്ടിയിൽ കയറ്റി പോയി. പക്ഷെ അവനെ പിടിക്കുമ്പോൾ അവൻ്റെ കൊടുത്ത് ഒരു പ്രതികരണം ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം അല്ലെങ്കിൽ ഒരാളെ പിടിക്കുമ്പോഴത്തേക്കും ഉണ്ടാവുമല്ലോ, ഒരു പ്രതികരണം ഒന്നും ഉണ്ടായിരുന്നില്ല. സൈലൻ്റായിട്ട് അവൻ ഇറങ്ങിപ്പോയി. അവൻ മാസ്ക് ധരിച്ചിരുന്നു, കണ്ണാട വെച്ചിരുന്നു. പിന്നെ മുഖം ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ്. ഇല്ല, സംസാരമൊന്നും ഉണ്ടായിരുന്നില്ല. അവർ വന്നവർ സംസാരിച്ചില്ല. തട്ടിക്കൊണ്ടുപോകലിന് പിന്നിൽ ആന്ധ്ര സ്വദേശികളാണെന്ന സംശയത്തിലാണ് പോലീസ്. യുവാവിന്റെ കോളറിൽ പിടിച്ച് വലിച്ചിഴച്ച് മേൽപ്പാലത്തിന് സമീപം പാർക്ക് ചെയ്തിരുന്ന കാറിൽ തള്ളിക്കയറ്റി കടത്തിക്കൊണ്ടുപോയതാണ് പോലീസിന് ലഭിച്ച മൊഴി. വിവരം ലഭിച്ചയുടൻ തന്നെ പോലീസ് സ്ഥലത്തെത്തുകയും അന്വേഷണം നടത്തുകയും ചെയ്തു. സമീപ പ്രദേശങ്ങളിലെ CCTV ക്യാമറ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ച് പോലീസ് വിശദമായി പരിശോധിച്ചു വരികയാണ്. യുവാവിനെ തട്ടിക്കൊണ്ടുപോയ കാർ തലപ്പാടി അതിർത്തി കടന്ന് കർണാടക ഭാഗത്തേക്ക് പോയതായി പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. സംഭവത്തിൽ കാസർഗോഡ് പോലീസ് കേസെടുക്കുകയും ഊർജിതമായ അന്വേഷണം നടത്തുകയും ചെയ്യുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. KM അഹമ്മദ് മാഷിന്റെ ഓർമ്മകളിൽ നിറഞ്ഞ് കാസർഗോഡ്. KM അഹമ്മദ് മാഷിന്റെ 15ാം ഓർമ്മദിനത്തിൽ കാസർഗോഡ് സാഹിത്യവേദി സിറ്റി ടവർ ഓഡിറ്റോറിയത്തിൽ അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു. മുതിർന്ന മാധ്യമപ്രവർത്തകൻ PT നാസർ ഉദ്ഘാടനം ചെയ്തു. എല്ലാ മേഖലയിലും പ്രതിഭ തെളിയിച്ച അഹമ്മദ് മാഷിനെ അദ്ദേഹം അറിയാതെ താൻ തൻ്റെ ഗുരുവായി വരിച്ച അനുഭവവും കർണാടകയിലെ ഒരു തെരഞ്ഞെടുപ്പ് കാലത്തെ ഓർത്തെടുത്ത് PT നാസർ വിവരിച്ചു. KM അഹമ്മദ് മാഷിന്റെ 15ാം ഓർമ്മദിനത്തിൽ കാസർഗോഡ് സാഹിത്യവേദി സിറ്റി ടവർ ഓഡിറ്റോറിയത്തിൽ അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു. മുതിർന്ന മാധ്യമപ്രവർത്തകൻ PT നാസർ അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയും സമരസപ്പെടാത്ത എഴുത്താളുകൾ എന്ന വിഷയത്തെ അധികരിച്ച് സംസാരിക്കുകയും ചെയ്തു. സമരസപ്പെടാത്ത എഴുത്തുകാരായി ആധാരം എഴുത്തുകാർ മാത്രമാണുള്ളതെന്നും സാഹിത്യത്തിലായാലും സിനിമയിലായാലും അവനവൻ്റെ തടി കൈച്ചലാക്കിയിട്ടുള്ള വിമർശനങ്ങൾ മാത്രമേ ഇപ്പോൾ ഉള്ളൂവെന്നും PT നാസർ പറഞ്ഞു. എല്ലാ മേഖലയിലും പ്രതിഭ തെളിയിച്ച അഹമ്മദ് മാഷിനെ അദ്ദേഹം അറിയാതെ താൻ തൻ്റെ ഗുരുവായി വരിച്ച അനുഭവവും കർണാടകയിലെ ഒരു തെരഞ്ഞെടുപ്പ് കാലത്തെ ഓർത്തെടുത്ത് PT നാസർ വിവരിച്ചു. എങ്ങനെയാണ് ഒരു പത്രപ്രവർത്തകൻ ചടുലവേഗത്തിൽ പ്രവർത്തിക്കേണ്ടത് എന്ന് തനിക്ക് പഠിപ്പിച്ചു തന്ന മാധ്യമ പ്രവർത്തകനാണ് അഹമ്മദ് മാഷ് എന്നും PT നാസർ പറഞ്ഞു. അഹമ്മദ് മാഷ് എൻ്റെ ഗുരുവാണ്.
അത് അഹമ്മദ് മാഷ്ക്കും അറിയില്ല, ഈ പറയുന്ന അഹമ്മദ് മാഷയുടെ ബാക്കിയുള്ള ശിഷ്യന്മാർക്കൊന്നും അതറിയില്ല. ഞാൻ അഹമ്മദ് മാഷോട് പറഞ്ഞിട്ട് ഞാൻ അഹമ്മദ് മാഷോട് ജീവിതത്തിൽ ഒരു ദിവസം മാത്രമേ കുറച്ചു നേരം സംസാരിച്ചിട്ടുള്ളൂ, പിന്നീട് സംസാരിച്ചിട്ടില്ല. പക്ഷെ അഹമ്മദ് മാഷ് എൻ്റെ ഗുരുവാണ് എന്ന് ഞാൻ അപ്പോഴും ഇപ്പോഴും എന്നും മനസ്സിലാക്കുന്നത്. ഞാൻ അഹമ്മദ് മാഷെ കണ്ടിട്ടാണ് പഠിച്ചത്. എൻ്റെ എല്ലാ തരത്തിലും എൻ്റെ ഗുരുക്കന്മാരും അങ്ങനെ തന്നെ. അത് 1995-96 സമയത്താണ്. ഞാൻ മാധ്യമ പത്രത്തിൽ ചേർന്ന ഉടനെയാണ്. ഞാൻ അതിൻ്റെ മുമ്പൊക്കെ ഇങ്ങനെ കേരള ശബ്ദം വരികയിലായിരുന്നു. ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് മാധ്യമത്തിൻ്റെ എഡിറ്റർമാർ എന്നെ വിളിച്ചിട്ട് ഇതിൽ ചേരാൻ പറ്റുമെന്ന് ചോദിച്ചിട്ട് ഞാൻ അതിൽ ചെയ്തു. അതിനൊരു കാരണം ഉണ്ടായിരുന്നു. അവർ പെട്ടെന്ന് ഒരു ദിവസം വിളിച്ചു വരുത്തിയിട്ട് നിങ്ങൾ ചേരാൻ പറ്റുമെന്ന് ചോദിച്ചു. അങ്ങനെ ചേർന്നു. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരിക്കൽ ഈ എഡിറ്റർ ഇതേപോലത്തെ ഇങ്ങനെ നീളത്തിലായിരുന്നു മാധ്യമത്തിൻ്റെ ഡെസ്ക്. അതിൻ്റെ ഒരു സൈഡിൽ ഇങ്ങനെ ഇതേപോലെ ഇങ്ങനെ വീതി ഇതിൻ്റെ പത്രാധിപന്മാരൊക്കെ എത്തിച്ചു. ഒരു ദിവസം പെട്ടെന്ന് അബ്ദുൽ സാഹിബിൻ്റെ റൂമിൽ നിന്ന്, എഡിറ്റർ ഇൻചാർജാണ് അബ്ദുൽ സാഹിബിൻ്റെ റൂമിൽ, മിസ്റ്റർ നാസർ അവിടെ ഉണ്ടോ? അപ്പോൾ ഞാൻ കയറി ചെന്നപ്പോൾ, കർണാടക ഇലക്ഷനാണല്ലോ, നിങ്ങൾ പോകുന്നില്ലേ? നിങ്ങൾ പോയില്ലേ? ഞാൻ പോകാൻ, എനിക്ക് കർണാടക ഒന്നും അറിയില്ല, മലയാളം അല്ലാതെ വേറൊന്നും അറിയില്ല, കർണാടക തീരെ അറിയില്ല, ഞാൻ മൈസൂരിൻ്റെ അപ്പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. കാസർഗോഡ് സാഹിത്യവേദി പ്രസിഡന്റ് AS മുഹമ്മദ് കുഞ്ഞി അധ്യക്ഷത വഹിച്ചു. എഴുത്തുകാരനും മുതിർന്ന മാധ്യമപ്രവർത്തകനുമായ റഹ്മാൻ തായിലങ്ങാടി അഹമ്മദ് മാഷിനെ കുറിച്ചുള്ള ഓർമ്മകളുടെ കിളിവാതിൽ തുറന്നു. പത്രപ്രവർത്തകനും കഥാകൃത്തുമായ KM അബ്ബാസ് അനുസ്മരണ പ്രഭാഷണം നടത്തി. വേണു കണ്ണൻ വരച്ച അഹമ്മദ് മാഷിന്റെ ഛായാചിത്രം മുജീബ് അഹമ്മദിന് കൈമാറി. നാരായണൻ പേരിയ, അഡ്വക്കേറ്റ് TV ഗംഗാധരൻ, TA ഷാഫി, അഷ്റഫ് അലി ചേരങ്കൈ, മുജീബ് അഹമ്മദ്, പ്രദീപ് നാരായണൻ, മനോജ് മയ്യിൽ എന്നിവർ സംസാരിച്ചു. സാഹിത്യവേദി സെക്രട്ടറി MV സന്തോഷ് സ്വാഗതവും ട്രഷറർ എരിയാൽ ഷെരീഫ് നന്ദിയും പറഞ്ഞു. അഹമ്മദ് മാഷിന്റെ സുഹൃത്തുക്കളും മാഷിനെ സ്നേഹിക്കുന്നവരും കുടുംബാംഗങ്ങളും അടക്കം നിറഞ്ഞ സദസ്സ് അനുസ്മരണ ചടങ്ങിന് സാക്ഷ്യം വഹിക്കുവാൻ എത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഞ്ചേശ്വരം തലപ്പാടിയിൽ വാഹനാപകടത്തിന് പിന്നാലെ വൻ മയക്കുമരുന്ന് വേട്ട. നിർത്തിയിട്ട ടാങ്കർ ലോറിക്ക് പിറകിൽ സ്വിഫ്റ്റ് കാർ ഇടിച്ചു കയറിയാണ് ഇവിടെ അപകടമുണ്ടായത്. അപകടത്തിൽ ഒരാൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. തുടർന്ന് ഉള്ളാൾ പോലീസ് നടത്തിയ പരിശോധനയിലാണ് കാറിനുള്ളിൽ നിന്നും മാരക മയക്കുമരുന്നായ MDMA കണ്ടെടുത്തത്. തലപ്പാടി RTO ചെക്ക് പോസ്റ്റിന് സമീപമാണ് നാടിനെ ഞെട്ടിച്ച അപകടമുണ്ടാവുകയും പിന്നാലെ മയക്കുമരുന്ന് പിടികൂടിയ സംഭവമുണ്ടാവുകയും ചെയ്തത്. സംസ്ഥാന അതിർത്തിയായ ഇവിടെ നിർത്തിയിട്ട ടാങ്കർ ലോറിക്ക് പിറകിൽ സ്വിഫ്റ്റ് കാർ ഇടിച്ചു കയറിയാണ് അപകടമുണ്ടായത്. അപകടത്തിൽ ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. അപകടത്തിന് പിന്നാലെ സ്ഥലത്തെത്തിയ ഉള്ളാൾ പോലീസ് നടത്തിയ പരിശോധനയിൽ കാറിനുള്ളിൽ നിന്നും മാരക മയക്കുമരുന്നായ MDMA കണ്ടെടുക്കുകയായിരുന്നു. 78 ഗ്രാം MDMAയാണ് കാറിനുള്ളിൽ നിന്നും ഒളിപ്പിച്ച നിലയിൽ കണ്ടെടുത്തത്. മംഗളൂരുവിൽ നിന്നും ഉപ്പള ഭാഗത്തേക്ക് വരികയായിരുന്ന ഉപ്പള സ്വദേശികൾ സഞ്ചരിച്ച കാറാണ് റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന ടാങ്കർ ലോറിക്ക് പിറകിൽ ഇടിച്ചത്. അപകടത്തിന്റെ ആഘാതത്തിൽ കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. അപകടം നടന്ന ഉടൻ തന്നെ കാറിനുള്ളിലുണ്ടായിരുന്ന ഒരാൾ പുറത്തേക്കിറങ്ങി ഓടി രക്ഷപ്പെട്ടതായി ഉള്ളാൾ പോലീസ് പറഞ്ഞു. അപകടത്തിൽ പരിക്കേറ്റ ഉപ്പള മണിമുണ്ട സ്വദേശി ആദമിനെ ഉടൻ തന്നെ നാട്ടുകാർ ചേർന്ന് മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇയാളുടെ നില ഗുരുതരമായി തുടരുകയാണെന്നാണ് വിവരം. അപകട സ്ഥലത്ത് നിന്നും ഓടി രക്ഷപ്പെട്ട ഉപ്പള സ്വദേശി സിദ്ദിഖിനെ കണ്ടെത്തുന്നതിനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. അപകടത്തിന്റെ കാര്യവും ലഹരിക്കടത്തിനെക്കുറിച്ചും പോലീസ് പരിശോധന നടത്തിവരികയാണ്. അപകടത്തിൽ പരിക്കേറ്റ യുവാവിന്റെ മൊഴി രേഖപ്പെടുത്തുമെന്നും പോലീസ് അറിയിച്ചു. ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങളുടെ പശ്ചാത്തലത്തിൽ അതിർത്തി വഴി വൻ ലഹരിക്കടത്ത് നടന്നേക്കാമെന്ന സാധ്യതയെ തുടർന്ന് ചെക്ക് പോസ്റ്റിൽ ഉൾപ്പെടെ പോലീസും എക്സൈസും പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് തേങ്ങ എടുക്കുവാൻ കിണറ്റിലിറങ്ങിയ ആൾ കുടുങ്ങി. രക്ഷകരായി അഗ്നിരക്ഷാസേന. 50 അടി ആഴവും 10 അടി വെള്ളവുമുണ്ടായിരുന്ന കിണറിൽ കുടുങ്ങിയ കോഴിക്കോട് നരിക്കുനി സ്വദേശിയും കുമ്പളയിൽ താമസക്കാരനുമായ ഷബീറിനാണ് അഗ്നിരക്ഷാസേന രക്ഷകരായത്. കാസർഗോഡ് നുള്ളിപ്പാടിയിൽ രാജേന്ദ്രൻ എന്നയാളുടെ വീട്ടുപറമ്പിൽ ചാഞ്ഞു നിൽക്കുന്ന തെങ്ങ് കമ്പി ഉപയോഗിച്ച് വലിച്ചു കെട്ടുവാൻ വന്നതായിരുന്നു കോഴിക്കോട് നരിക്കുനി സ്വദേശിയും ഇപ്പോൾ കുമ്പളയിൽ താമസക്കാരനുമായ ഷബീർ.
ഇതിനിടെ വീട്ടിലെ 50 അടി ആഴവും 10 അടി വെള്ളവും ആൾമറ ഉള്ളതുമായ മുകളിൽ കമ്പി കൊണ്ട് ഗ്രില്ലിട്ടതുമായ കിണറ്റിൽ വീണ തേങ്ങകൾ എടുക്കുന്നതിന് വൈകുന്നേരം 3 മണിയോടുകൂടി ഇയാൾ ഇറങ്ങി. എന്നാൽ തേങ്ങകൾ എടുത്തതിനു ശേഷം കയറുവാൻ ശ്രമിക്കവേ പ്ലാസ്റ്റിക് കയർ വഴുതി കൈവിട്ട് കിണറ്റിലേക്ക് വീഴുകയായിരുന്നു. ഉടനെ തന്നെ വീട്ടുകാർ കാസർഗോഡ് അഗ്നിരക്ഷാ സേനയെ വിവരം അറിയിക്കുകയും സീനിയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ VN വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ സേന എത്തുകയും ചെയ്തു. ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ VS ഗോകുൽകൃഷ്ണൻ ഹാർനസിന്റെ സഹായത്താൽ കിണറ്റിലിറങ്ങി കുടുങ്ങിക്കിടന്ന ഷബീറിനെ ചെർനോട്ടിന്റെ സഹായത്താൽ സുരക്ഷിതമായി പുറത്തെടുക്കുകയായിരുന്നു. ഷബീറിന് കൈകൾക്ക് നിസാര പരിക്കേറ്റു. സേനാംഗങ്ങളായ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ KR അജേഷ്, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ S സാദിഖ്, PM നൌഫൽ, ഹോംഗാർഡുമാരായ S സോബിൻ, PP പ്രസാദ് എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സാബു അബ്രഹാം എന്ന കരുത്തനായ നേതാവ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാകുമ്പോൾ കാസർഗോഡിന്റെ വികസനത്തിന് അത് ഗതിവേഗം കൂട്ടുമെന്ന പ്രതീക്ഷയാണ് ഉയരുന്നത്. സന്തുഷ്ട ഗ്രാമം മുതൽ റൈസിംഗ് കാസർഗോഡ് വ്യവസായ ഹബ്ബ് വരെയുള്ള 82 പ്രകടന പത്രികയുമായാണ് ഇത്തവണ ഇടതുമുന്നണി ജില്ലയിലെ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ഇവയെല്ലാം യാഥാർത്ഥ്യമാക്കുവാനുള്ള നയപരിപാടികൾക്കായിരിക്കും സാബു അബ്രഹാമിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി പ്രാമുഖ്യം നൽകുക. തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ തന്നെ കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് സാബു അബ്രഹാമിനെ ഉയർത്തിക്കാട്ടിയായിരുന്നു LDFന്റെ പ്രചരണം. പാർട്ടിയിലെ കരുത്തനായ നേതാവും ജനകീയനുമായ സാബു അബ്രഹാമിൽ LDFന് അത്രയേറെ പ്രതീക്ഷയും വിശ്വാസവും ഉണ്ടായിരുന്നു. വോട്ടർമാർ കൂടി ആ വിശ്വാസം കാത്തതോടെ സാബു അബ്രഹാം കുറ്റിക്കോൾ ഡിവിഷനിൽ നിന്നും വർദ്ധിച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയും കൂടുതൽ അംഗങ്ങളെ വിജയിപ്പിച്ച് ഇടതുമുന്നണി ജില്ലാ പഞ്ചായത്തിൽ തുടർച്ചയുണ്ടാക്കുകയും ചെയ്തു. 18 അംഗ ഭരണസമിതിയിൽ LDFന് 9ഉം UDFന് 8ഉം അംഗങ്ങളാണുള്ളത്. NDAക്ക് 1ഉം. കുറ്റിക്കോൾ ഡിവിഷനിൽ നിന്നും 7380 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് സാബു അബ്രഹാം UDFിലെ കൂക്കൾ ബാലകൃഷ്ണനെ പരാജയപ്പെടുത്തിയത്. വിദ്യാർത്ഥി കാലഘട്ടത്തിൽ തന്നെ എളേരി ഡിവിഷനിൽ നിന്നും നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായി പ്രാദേശിക സർക്കാർ ഭരണത്തിൽ മുൻപരിചയമുള്ള സാബു അബ്രഹാം എന്ന തൊഴിലാളി നേതാവ് ജില്ലാ പഞ്ചായത്തിന്റെ അമരത്തെത്തുമ്പോൾ കാസർഗോഡിന്റെ വികസനത്തിന് അത് ഗതിവേഗം കൂട്ടുമെന്ന പ്രതീക്ഷയാണ് ഉയരുന്നത്. നിലവിൽ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും CITU ജില്ലാ ജനറൽ സെക്രട്ടറിയുമാണ് 54കാരനായ സാബു അബ്രഹാം. കേരള ബാങ്ക് ഡയറക്ടറും വെസ്റ്റ് എളേരി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റുമായി സഹകാരി എന്ന നിലയിൽ മികവ് തെളിയിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥി യൂണിയനുകളും നയിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ ജില്ലാ പ്രസിഡന്റ്, സെക്രട്ടറി എന്നീ നിലകളിലെ സംഘടനാ മികവും പുതിയ നിയോഗത്തിൽ കരുത്താകുമെന്നാണ് പാർട്ടി കണക്കുകൂട്ടുന്നത്. സന്തുഷ്ട ഗ്രാമം മുതൽ റൈസിംഗ് കാസർഗോഡ് വ്യവസായ ഹബ്ബ് വരെയുള്ള 82 പ്രകടന പത്രികയുമായാണ് ഇത്തവണ ഇടതുമുന്നണി ജില്ലയിൽ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ഇവയെല്ലാം യാഥാർത്ഥ്യമാക്കുവാനുള്ള നയപരിപാടികൾക്കായിരിക്കും സാബു അബ്രഹാമിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി പ്രാമുഖ്യം നൽകുക. പെരിയ ഡിവിഷനിൽ നിന്നും വിജയിച്ച CPIയിലെ KK സോയ, കള്ളാർ ഡിവിഷനിൽ നിന്നും വിജയിച്ച കേരള കോൺഗ്രസ് പ്രതിനിധി റീന തോമസ് എന്നിവരുടെ പേരുകളാണ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഉയർന്നിട്ടുള്ളത്. ഇതിൽ CPI പ്രതിനിധിക്കാണ് കൂടുതൽ സാധ്യത. ചില ഡിവിഷനുകളിൽ ചെറിയ വോട്ടുകൾക്ക് പരാജയപ്പെട്ട UDFന് ജില്ലാ പഞ്ചായത്ത് ഭരണപ്രതീക്ഷ നഷ്ടപ്പെടുകയായിരുന്നു. കടുത്ത മത്സരം നടന്ന ബേക്കൽ ഡിവിഷനിലും പുത്തിഗെ ഡിവിഷനിലും റീകൗണ്ടിംഗ് നടത്തുകയുണ്ടായി. എന്നാൽ ഫലത്തിൽ മാറ്റമൊന്നുമുണ്ടായില്ല. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലത്തിൽ 100 മേനി വിജയം നേടി UDFന്റെ സർവാധിപത്യം. മണ്ഡലത്തിലെ മുഴുവൻ ഗ്രാമപഞ്ചായത്തുകളിലും UDF ഭരണം നേടി. മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന 4 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലും UDFന്റെ വിജയ തേരോട്ടമുണ്ടായി. മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിലും സീറ്റുകളുടെ എണ്ണം ഇരട്ടിയായി വർദ്ധിപ്പിച്ചു. 2020 മഞ്ചേശ്വരം മണ്ഡലത്തിലെ 8 ഗ്രാമപഞ്ചായത്തുകളിൽ 3 പഞ്ചായത്തുകളിൽ മാത്രമായിരുന്നു UDF ഭരണം. 8ൽ 8ഉം പിടിച്ചെടുത്താണ് ഇത്തവണ UDF ശക്തി തെളിയിച്ചത്. LDFന്റെ കുത്തകയായിരുന്ന പുത്തിഗെ പഞ്ചായത്തിലും ഇത്തവണ UDF മിന്നുന്ന വിജയം നേടി. 2 സീറ്റുണ്ടായിരുന്ന പുത്തിഗയിൽ 9 സീറ്റ് നേടിയാണ് പഞ്ചായത്തിൽ ഭരണം ഉറപ്പിച്ചത്. 3 സീറ്റുണ്ടായിരുന്ന പൈവളികയിൽ 11 സീറ്റോടെ ഇത്തവണ അധികാരം നേടി. 4 സീറ്റുണ്ടായിരുന്ന വർക്കാടിയിൽ 10 സീറ്റ് സ്വന്തമാക്കി. 4 സീറ്റുണ്ടായിരുന്ന മീഞ്ചയിൽ 9 വാർഡാണ് ലഭിച്ചത്. 8 വാർഡ് മാത്രമുണ്ടായിരുന്ന മഞ്ചേശ്വരത്ത് 13 സീറ്റ് ലഭിച്ചു. കുമ്പളയിൽ 10ൽ നിന്നും 15ആയി വർദ്ധിപ്പിച്ചു. മംഗൽപാടിയിൽ 16ൽ നിന്നും 19 വാർഡുകളായി ഉയർത്തി.
6 ഡിവിഷനുകളായിരുന്നു 2020 മഞ്ചേശ്വരം ബ്ലോക്കിൽ ലഭിച്ചത്. ഇത് 11 ഡിവിഷനുകളായി വർദ്ധിപ്പിച്ച് 3-ൽ 2 ഭൂരിപക്ഷത്തോടെ ബ്ലോക്ക് സ്വന്തമാക്കി. മണ്ഡലത്തിലെ 4 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലും ഇത്തവണ UDFന് മിന്നുന്ന വിജയം നേടുവാനായി. BJPയുടെ സിറ്റിംഗ് സീറ്റായിരുന്ന പുത്തികെ ഡിവിഷനിൽ 3-ാം സ്ഥാനത്തായിരുന്ന UDF ഇത്തവണ അട്ടിമറി വിജയമാണ് നേടിയത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. KSTU ഉപജില്ലാ സമ്മേളനം കാസർഗോഡ് പുലിക്കുന്ന് ലൈബ്രറി ഹാളിൽ നടന്നു. സംസ്ഥാന സെക്രട്ടറി ഗഫൂർ ദേളി ഉദ്ഘാടനം ചെയ്തു. അതിരില്ല നീതി നിഷേധം, പതിരാകും പരിഷ്കാരങ്ങൾ എന്ന പ്രമേയത്തിലാണ് KSTU ഉപജില്ലാ സമ്മേളനം നടന്നത്. കാസർഗോഡ് പുലിക്കുന്ന് ലൈബ്രറി ഹാളിൽ നടന്ന സമ്മേളനം സംസ്ഥാന സെക്രട്ടറി ഗഫൂർ ദേളി ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് നാസിം അധ്യക്ഷത വഹിച്ചു. റംഷാദ് സ്വാഗതം പറഞ്ഞു. ജില്ലാ സെക്രട്ടറി യാസർ അറഫാത്ത് മുഖ്യപ്രഭാഷണം നടത്തി. സമീർ തെക്കിൽ, ഷാഹിന ടീച്ചർ, മുഹമ്മദ് അലി മാസ്റ്റർ, കമാൽ മാസ്റ്റർ, ഷഹാന, മുർഷിദ നെല്ലിക്കുന്ന്, റൈഹാനത്ത് ടീച്ചർ, റസ്ലി ടീച്ചർ, ജാഫർ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. ജനങ്ങളെ ഭരിച്ചു മുടിക്കുന്ന രാജവാഴ്ച എന്ന് തന്നെ നമുക്ക് പിണറായി വിജയനെ കുറിച്ച് പറയാം. കേരളത്തിൽ 2 രാജാക്കന്മാരാണുള്ളത്. ഒന്ന് തൃശ്ശൂര രാജാവും ഒന്ന് കേരള മുഖ്യനും. പ്രജകൾ ആണ്, അതായത് വോട്ട് കൊടുക്കാൻ അവകാശമുള്ള നമ്മുടെ രാജ്യത്തെ പൗരന്മാരെ പ്രജകളെന്ന് വിളിക്കുന്ന ആദ്യമായിട്ടാണ് ശരിക്കും ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ നമ്മൾ തൃശ്ശൂരിൽ കേൾക്കുന്നത്. പ്രജകൾ, അതുപോലെ തന്നെ ധാർഷ്ട്യവും അഹങ്കാരവുമുള്ള ഒരു മുഖ്യമന്ത്രി. നിങ്ങൾ ചിന്തിക്കും ടീച്ചർ തന്നെ ഇങ്ങനെയൊക്കെ നീട്ടി പറയുന്നു. സന്തോഷം എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞു തീർക്കട്ടെ, അതിനു വേണ്ടിയിട്ട് മാത്രമാണ്. എങ്ങനെയെങ്കിലും ഒന്ന് എല്ലാവരും ഒന്നുകൂടി അത് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ബോർവെൽ ഡ്രില്ലിംഗ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ KBDCA ജില്ലാ കൺവെൻഷൻ നടന്നു. NA നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ബോർവെൽ ഡ്രില്ലിംഗ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ KBDCA ജില്ലാ കൺവെൻഷൻ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തെ കല്ലുവളപ്പിൽ ടൂറിസ്റ്റ് ഹോമിൽ നടന്നു. NA നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്തു. എല്ലാവരും ഒരേപോലെ പ്രയാസം അനുഭവിച്ചു. ആ ഘട്ടത്തിൽ അവരൊക്കെ സഹായിക്കാൻ നിങ്ങൾ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. അപ്പോൾ ഈ ബോർവെല്ലിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ സർക്കാർ ചില നിയമങ്ങൾ പാസ്സാക്കിയിട്ടുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ കാസർഗോഡ് ജില്ലയിൽ നമ്മുടെ കാസർഗോഡ് ബ്ലോക്ക് ക്രിട്ടിക്കൽ ബ്ലോക്കാണ്. ക്രിട്ടിക്കൽ ബ്ലോക്ക് എന്താണെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ ജലനിരപ്പ് കുറേ താഴ്ന്ന ഒരു പ്രദേശമാണ് നമ്മുടെ കാസർഗോഡ് ബ്ലോക്ക് എന്ന് പറയും. ആ കാസർഗോഡ് ബ്ലോക്കിൽ ഇപ്പോൾ നമുക്ക് ഇഷ്ടാനുസരണം ബോർവെൽ കുടിക്കാൻ പറ്റില്ല. അപ്പോൾ ചില നിബന്ധനകളൊക്കെ ഉണ്ട്. അപ്പോൾ ജനപ്രതിനിധി എന്ന നിലയിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും നമ്മുടെ സർക്കാരിൻ്റെ നിയമങ്ങൾ പാലിക്കാൻ ബാധ്യസ്ഥരാണ് എന്ന് ഞാൻ നിങ്ങളോട് പ്രത്യേകം സൂചിപ്പിക്കേണ്ട ആവശ്യമില്ല. ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് KB മുഹമ്മദ് ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു. CITU ജില്ലാ സെക്രട്ടറി K രവീന്ദ്രൻ, BJP ജില്ലാ സെക്രട്ടറി പ്രമീള മചൽ, KBDCA ജില്ലാ വൈസ് പ്രസിഡന്റ് മുനീർ കൽമട്ട, ജില്ലാ ജോയിന്റ് സെക്രട്ടറി K പ്രവീൺകുമാർ എന്നിവർ സംസാരിച്ചു. KBDCA ജില്ലാ ജനറൽ സെക്രട്ടറി അജയ് കുമാർ പെരുമ്പള സ്വാഗതവും ജില്ലാ ട്രഷറർ ഉദയൻ കൂടൽ നന്ദിയും പറഞ്ഞു. കുഴൽക്കിണർ മേഖലയിൽ ജോലി ചെയ്യുന്ന ജില്ലയിലെ ഏജന്റുമാരുടെ സാമൂഹിക സുരക്ഷിതത്വം ഉറപ്പുവരുത്തണമെന്നും ക്ഷേമനിധി ഏർപ്പെടുത്തുവാനും അതുപോലെ സർക്കാർ അംഗീകാരമില്ലാതെ വർക്ക് ചെയ്യുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കുവാനും കാസർഗോഡ് ബോർവെൽ ഡ്രില്ലിംഗ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. പുതിയ ഭാരവാഹികളായി KB മുഹമ്മദ് ഇക്ബാലിനെ ജില്ലാ പ്രസിഡന്റായും അജയൻ പെരുമ്പളയെ ജില്ലാ ജനറൽ സെക്രട്ടറിയായും ഉദയൻ കൂടലിനെ ജില്ലാ ട്രഷററായും തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പെൻഷൻ ദിനാചരണം നടത്തി. ജില്ലാ പ്രസിഡന്റ് K ജയറാം പ്രകാശ് ഉദ്ഘാടനം നിർവഹിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പെൻഷൻ ദിനാചരണം നടത്തി. കാരാട്ടുവയൽ പെൻഷൻ ഭവനിലായിരുന്നു ദിനാചരണ പരിപാടികൾ നടന്നത്. KSSPU ജില്ലാ പ്രസിഡന്റ് K ജയറാം പ്രകാശ് ഉദ്ഘാടനം നിർവഹിച്ചു. പ്രസിദ്ധമായ സുപ്രീം കോടതിയുടെ ഉത്തരവ് KSSPU കാഞ്ഞങ്ങാട് ബ്ലോക്ക് പ്രസിഡന്റ് V പരമേശ്വരൻ അധ്യക്ഷത വഹിച്ചു. S ഗോപാലകൃഷ്ണൻ, PV നിർമ്മല, VV ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു.
ചന്ദ്രശേഖരൻ സ്വാഗതവും വി സുരേന്ദ്രൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. JCI കാഞ്ഞങ്ങാടിന്റെ 2026 വർഷത്തേക്കുള്ള പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് നടന്നു. കേരള പൊതുവിദ്യാഭ്യാസ ഹയർ സെക്കൻഡറി ഡെപ്യൂട്ടി ഡയറക്ടർ AK വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ കാഞ്ഞങ്ങാടിന്റെ 2016 വർഷത്തെ ഭാരവാഹികളുടെ 46ാമത് സ്ഥാനാരോഹണ ചടങ്ങ് റോയൽ റെസിഡൻസിയിൽ വെച്ചാണ് നടന്നത്. സ്ഥാനാരോഹണ ചടങ്ങ് കേരള പൊതുവിദ്യാഭ്യാസ ഹയർ സെക്കൻഡറി ഡെപ്യൂട്ടി ഡയറക്ടർ AK വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. പിറകിലിരിക്കുന്ന പലരും, ഞാൻ എല്ലാവരുടെയും പേര് പറഞ്ഞ സമയം പോകും, അവരൊക്കെ ഒരു കാലത്ത് നമ്മുടെ ഇടവും വലവും മുമ്പിലും പിറകിലൊക്കെ നിന്നിട്ട് ഒരു വല്ലാത്തൊരു ഒരു എന്താ പറയാ, അത് പറഞ്ഞറിയിക്കാൻ വിഷമാണ്, വാക്കുകൾ കൂടെ പറഞ്ഞറിയിക്കുമ്പോൾ അങ്ങനെ ഒരു നല്ലൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. JCI കാഞ്ഞങ്ങാട് നീലേശ്വരം എപ്പോഴും പല കാര്യങ്ങളിൽ മത്സരിക്കുകയും പല കാര്യങ്ങളിൽ തോളോട് ചേർന്നിട്ട് വിവിധങ്ങളായിട്ടുള്ള പരിപാടികൾ സംഘടിപ്പിക്കുകയും ചെയ്ത ഒരു മനോഹരമായിട്ട് കാലം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴും ഞാൻ പറയുന്നു, ഞാൻ നേരത്തെ നമ്മുടെ സോൺ പ്രസിഡന്റ് പറഞ്ഞതുപോലെ തന്നെ ഏതൊരു വേദിയിലും എത്ര വലിയ ക്രൗഡിന് മുമ്പിൽ നിന്ന് അനായാസം വൃത്തിയായിട്ട് സംസാരിക്കാൻ എന്നെ പ്രാപ്തനാക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ മഹാപ്രസ്ഥാനമാണ്. ഒരു വർഷക്കാലം എല്ലാവരും JCI പോലെ തന്നെ റോട്ടറിയിലും ഏതൊരു ആക്ടിവിറ്റിയിലും ഒരു വർഷക്കാലം മാത്രമേ നമുക്ക് ചാൻസ് കിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു 2021 റോട്ടറി ഇന്റർനാഷണൽ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ നീലേശ്വരം ക്ലബിന്റെ പ്രസിഡന്റായിട്ട് ഒരു വർഷം നിൽക്കുമ്പോൾ അതിന്റെ വിവിധങ്ങളായിട്ടുള്ള മേഖലകളിൽ വിരാജിക്കാൻ വേണ്ടിയിട്ട് ക്ലബ്ബ് പ്രസിഡന്റ് എന്ന രൂപത്തിലേക്ക് അട്രാക്റ്റീവ് ആയിട്ട്, കാരണം ഈ രണ്ട് ഓർഗനൈസേഷനും വൺ ഓഫ് ദ ബെസ്റ്റ് അട്രാക്ഷൻ എന്ന് പറയുന്നത് മീറ്റിംഗ്, ദ വേ ഓഫ് കണ്ടക്ടിംഗ് ദ മീറ്റിംഗ് ആണ്. 2025 വർഷത്തെ പ്രസിഡന്റ് രതീഷ് അമ്പലത്തറ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. JCI കാഞ്ഞങ്ങാടിന്റെ 2026 വർഷത്തെ പ്രസിഡന്റായി വി രഞ്ജിത് കുമാർ സ്ഥാനമേറ്റു. JCI മേഖലാ പ്രസിഡന്റ് അരുൺ പ്രഭ്, മേഖലാ വൈസ് പ്രസിഡന്റ് മോവിൻ മോഹൻ, ചാന്ദേഷ് ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. അർജുൻ മനോഹർ സ്വാഗതവും നിമിഷ നിതാന്ത് നന്ദിയും പറഞ്ഞു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റായി വി രഞ്ജിത് കുമാറിനെയും സെക്രട്ടറിയായി നിമിഷ നിതാന്തിനെയും ട്രഷററായി ഡോക്ടർ AK രാഹുലിനെയും വൈസ് പ്രസിഡന്റുമാരായി അർജുൻ മനോഹർ, ഡോക്ടർ ജയശങ്കർ, ഡോക്ടർ ശ്രുതി, രേഷ്മ രാമചന്ദ്രൻ എന്നിവരെയും ഡയറക്ടർമാരായി ഡോക്ടർ ടെസ്മോൻ, നെവിൻ റോയ്, CA ഗലീഷ്, ജോബി മോൻ എന്നിവരെ തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കരിന്തളം EMRSന്റെ നാടകം കരിന്തണ്ടൻ NCERTയുടെ രാജ്യാന്തര ഫെസ്റ്റിവലിലേക്കും 2025 ഡിസംബർ മാസം 20 മുതൽ പൂനെയിൽ വെച്ച് നടക്കുന്ന രാജ്യാന്തര കലാ ഉത്സവിലേക്കാണ് നാടകം തിരഞ്ഞെടുക്കപ്പെട്ടത്. NCERTയുടെ നേതൃത്വത്തിൽ 2025 ഡിസംബർ മാസം 20 മുതൽ പൂനെയിൽ വെച്ച് നടക്കുന്ന രാജ്യാന്തര കലാ ഉത്സവത്തിലേക്ക് കരിന്തളം ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിന്റെ ഉദയൻ കുണ്ടംകുഴി സംവിധാനം ചെയ്ത നാടകം കരിന്തണ്ടൻ തെരഞ്ഞെടുക്കപ്പെട്ടു. കേന്ദ്ര ട്രൈബൽ മന്ത്രാലയം വിജയവാഡ KL യൂണിവേഴ്സിറ്റിയിൽ സംഘടിപ്പിച്ച നാഷണൽ ട്രൈബൽ കൾച്ചറൽ ഫെസ്റ്റിൽ ഇംഗ്ലീഷ് നാടക മത്സരത്തിലാണ് സീനിയർ വിഭാഗത്തിൽ കേരളത്തിന് അഭിമാനകരമായ നേട്ടം കരിന്തളം ട്രൈബൽ സ്കൂളിലെ കുട്ടികൾ സ്വന്തമാക്കിയത്. 28 സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന നാടകങ്ങളോട് മത്സരിച്ച് തുടർച്ചയായ 4ാം വർഷവും 1ാം സ്ഥാനം നിലനിർത്താൻ കരിന്തളം ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് സാധിച്ചു. ഈ വർഷം മുതൽ ആരംഭിച്ച ജൂനിയർ ഇംഗ്ലീഷ് നാടക മത്സരത്തിലും കരിന്തളത്തിന്റെ കുട്ടികൾക്ക് തന്നെയാണ് 1ാം സ്ഥാനം. ഏറെ അഭിമാനകരമായ നിമിഷത്തിലാണ് EMRS കരിന്തളം സ്കൂളിലെ കുട്ടികളും രക്ഷിതാക്കളും അതുപോലെ അവിടുത്തെ അധ്യാപകരും ഇക്കഴിഞ്ഞ നാഷണൽ ഫെസ്റ്റിൽ ജൂനിയർ സീനിയർ വിഭാഗ നാടക മത്സരത്തിൽ കേരളത്തിന് ഏറ്റവും അഭിമാനകരമായ നേട്ടം കൈവരിച്ച സ്കൂളാണ് ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ കരിന്തളം. കഴിഞ്ഞ 4 വർഷമായി നാടകത്തിൽ 1ാം സമ്മാനം കിട്ടുന്നു എങ്കിലും ഇപ്രാവശ്യത്തെ വിജയത്തിന് മാധുര്യം കൂടും. കാരണം ഇപ്രാവശ്യമാണ് ഇവർ സീനിയർ വിഭാഗത്തിലേക്ക് എത്തുന്നത്. കഴിഞ്ഞ വർഷം വരെ 8ാം ക്ലാസ് ആയതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര മേളയിൽ പങ്കെടുക്കാൻ ഇവർക്ക് അവസരം കിട്ടിയിരുന്നില്ല. ഇപ്പോൾ 9ാം ക്ലാസ്സിലെത്തുമ്പോൾ സീനിയർ വിഭാഗത്തിലെത്തുകയും അന്താരാഷ്ട്ര നാടക മത്സരത്തിലേക്ക് ക്ഷണം കിട്ടിയിരിക്കുകയുമാണ്. പൂനെയിൽ വെച്ച് ഈ മാസം നടക്കുന്ന ഫെസ്റ്റിൽ കേരളത്തിൻ്റെ കരിന്തണ്ടൻ്റെ കഥ പറഞ്ഞുകൊണ്ടാണ് നാടകം അവതരിപ്പിക്കുന്നത്. ഇന്ന് നാം കാണുന്ന കോഴിക്കോട് നിന്നും വയനാട്ടിലേക്കുള്ള ചുരം കയറിയുള്ള വഴി കാട്ടിക്കൊടുത്ത ഏറ്റവും കേരളത്തിൻ്റെ അഭിമാനം എന്ന് പറയുന്ന ആദിവാസി വിഭാഗത്തിലെ പണിയ വിഭാഗത്തിലെ ആളാണ് കരിന്തണ്ടൻ. പിറന്ന മണ്ണിന്റെ മാനം കാക്കാൻ ജീവൻ ബലിയർപ്പിച്ച ധീരദേശാഭിമാനിയായ
തലയ്ക്കൽ ചന്തുവിന്റെ കഥ പറഞ്ഞ ചന്തുവും വയനാട്ടിലേക്കുള്ള ചുരം നിർമ്മിക്കാൻ ബ്രിട്ടീഷുകാർക്ക് വഴികാട്ടിക്കൊടുത്ത കരിന്തണ്ടന്റെ ദുരന്ത കഥ പറയുന്ന കരിന്തണ്ടനുമാണ് സമ്മാനിതമായ നാടകങ്ങൾ. ആകാംക്ഷ, നീരജ്, സങ്കീർത്തന, അനശ്വര എന്നിവർ സീനിയർ വിഭാഗത്തിലും സൂരജ്, ഹർഷൻ, പ്രജിത്ത്, മൗനിക, അവനിക, സാങ്ക്യ, സിദ്ധാർത്ഥ് എന്നിവർ ജൂനിയർ വിഭാഗത്തിലും അഭിനേതാക്കളായി. ഉദയൻ കുണ്ടംകുഴിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 4 വർഷമായി സ്കൂളിൽ പ്രവർത്തിക്കുന്ന തിയേറ്റർ പ്രവർത്തനങ്ങളിലൂടെയാണ് നാടകങ്ങൾ ഉരുത്തിരിഞ്ഞു വരുന്നത്. നാടകത്തിലൂടെ വ്യക്തിത്വ വികസനം എന്ന ലക്ഷ്യമൂന്നിക്കൊണ്ടാണ് സ്കൂളിലെ തിയേറ്റർ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. നാടകങ്ങളുടെ രചന നടത്തിയിരിക്കുന്നത് പത്മനാഭൻ ബ്ലാത്തൂരാണ്. ബാലകൃഷ്ണൻ ചെർക്കളയാണ് ഇംഗ്ലീഷ് മൊഴിമാറ്റം നിർവഹിച്ചത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് നഗരത്തിൽ നിന്നും പട്ടാപ്പകൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയി. സംഭവത്തിൽ കാസർഗോഡ് ടൗൺ പോലീസ് അന്വേഷണം ആരംഭിച്ചു. KM അഹമ്മദ് മാഷിന്റെ ഓർമ്മകളിൽ നിറഞ്ഞ് കാസർഗോഡ്. 15ാം ഓർമ്മദിനത്തിൽ കാസർഗോഡ് സാഹിത്യവേദി അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു. വാഹനാപകടത്തിന് പിന്നാലെ വൻ മയക്കുമരുന്ന് വേട്ട. സംഭവം മഞ്ചേശ്വരം തലപ്പാടിയിൽ. കാസർഗോഡ് തേങ്ങയെടുക്കുവാൻ കിണറ്റിലിറങ്ങിയ ആൾ കുടുങ്ങി. രക്ഷകരായി അഗ്നിരക്ഷാസേന. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലത്തിൽ 100 മേനി വിജയം നേടി UDFന്റെ സർവാധിപത്യം. മണ്ഡലത്തിലെ മുഴുവൻ ഗ്രാമപഞ്ചായത്തുകളിലും UDF ഭരണം നേടി. KSTU ഉപജില്ലാ സമ്മേളനം കാസർഗോഡ് പുലിക്കുന്ന് ലൈബ്രറി ഹാളിൽ നടന്നു. സംസ്ഥാന സെക്രട്ടറി ഗഫൂർ ദേളി ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ബോർവെൽ ഡ്രില്ലിംഗ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ KBDCA ജില്ലാ കൺവെൻഷൻ നടന്നു. NA നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്തു. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.